സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് വായിക്കാം. അവൻ്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താൻ്റെ ദിവസത്തിൽ താന്താൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റു അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഇയ്യോബ് നേരുള്ളവൻ ആയിരുന്നു, നിഷ്കളങ്കൻ ആയിരുന്നു, ദൈവത്തോട് ഭക്തിയുള്ളവൻ ആയിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. അവൻ വലിയൊരു ധനവാനായിരുന്നു. അതുപോലെ പുത്രന്മാരും പുത്രിമാരാലും അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. ഒരുപാട് അനുഗ്രഹങ്ങളും സുഖസൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ ഇഷ്ടം പോലെയല്ല അവൻ ജീവിച്ചത്. പണം കൊണ്ട് മക്കളെ വളർത്തിയെടുക്കാം എന്നവൻ ചിന്തിച്ചില്ല. മക്കളെല്ലാവരും ഒരുപാട് ഐക്യതയോടെ ജീവിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇന്ന് സഹോദരീ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് പരസ്പരം വിദ്വേഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഈ പുത്രന്മാരും പുത്രിമാരും പരസ്പരം ഒരുമിച്ച് വിരുന്ന് കഴിക്കുക പതിവായിരുന്നു. ചേട്ടൻ്റെ വീട്ടിൽ അനുജത്തിയും അനുജത്തിൻ്റെ വീട്ടിലേക്ക് ചേട്ടനും, അങ്ങനെ പരസ്പരം അവർ സഹകരിച്ച് പരസ്പരം അവർ ഐക്യതയോടുകൂടി ജീവിക്കുന്നത് കാണാം. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അത് ചെറുപ്പം മുതലേ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ ചെറുപ്രായത്തിലായിരിക്കുമ്പോൾ തന്നെ സഹോദരിയും സഹോദരനും തമ്മിൽ ഐക്യതയോടെ ആയിരിക്കണമെന്ന് പഠിപ്പിക്കേണ്ടതാണ്. മാതാവും പഠിപ്പിച്ചു കൊടുക്കണം, പിതാവും പഠിപ്പിച്ചു കൊടുക്കണം. ചില ഭവനങ്ങളിലാണെങ്കിൽ ചേട്ടാ എന്ന് വിളിക്കത്തില്ല, ചേട്ടനെയും എടാന്നാണ് വിളിക്കുന്നത്, അനുജനെയും എടാന്നാണ് വിളിക്കുന്നത്. ചില മാതാപിതാക്കൾ പറയും, മോനെ അത് തെറ്റാണ്, നിന്റെ ചേട്ടനെ അങ്ങനെ വിളിക്കരുത്, നിന്നേക്കാൾ മൂത്ത ആളുകളെ ബഹുമാനിക്കണം, അതുകൊണ്ട് അവനെ നീ ചേട്ടാ എന്ന് വിളിക്കണം, ചേച്ചി എന്ന് വിളിക്കണം, അനുജത്തി എന്ന് സ്നേഹത്തോടെ വിളിക്കണം, അനുജ എന്ന് വിളിക്കണം. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയാത്തത് കൊണ്ട് ചേട്ടനെയും അനിയനെയും സഹോദരങ്ങളെയും ഒന്നും തിരിച്ചറിയുന്നില്ല. ഇന്ന് ഐക്യത കാണുന്നില്ല, ആ സ്നേഹബന്ധം കാണുന്നില്ല. ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് ആളുകളും ബന്ധങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ ഒരേ മാതാപിതാക്കൾക്ക് ജനിച്ചതായ സഹോദരീ സഹോദരങ്ങൾ, ആ ബന്ധമെന്ന് പറയുന്നത് സ്വന്തം ചേട്ടനും അനുജനും അനുജത്തിയും, അത് കുറച്ചുപേർ മാത്രമേ കാണുകയുള്ളൂ. പിതാവിൻ്റെ ബീജവും മാതാവിൻ്റെ രക്തവും നമ്മിൽ കൂടി ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് നാം ഐക്യതയോടുകൂടി ആയിരിക്കണം. ദൈവത്തിൻ്റെ വചനം നോക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട എല്ലാ മക്കളും സഹോദരീ സഹോദരന്മാരാണെന്നാണ് പറയുന്നത്. പിതാവ് ശരിയായിരിക്കുകയാണെങ്കിൽ മക്കളെല്ലാം ഐക്യതയോടുകൂടി കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ മാതാവ് ഒരു ഹബ്ബായിട്ട്, പിതാവ് ഒരു ഹബ്ബായിട്ട് ഇരിക്കുന്നത് ഇന്നത്തെ കുടുംബങ്ങളിൽ സാധാരണ കാണുന്നില്ല. അതിനു പകരമായി ഭിന്നത ഉണ്ടാക്കുന്ന രീതി വളരെ ദുഃഖകരമായ ഒരു വിഷയമാണ്. സഹോദരങ്ങൾ തമ്മിൽ ഐക്യതയില്ല എങ്കിൽ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ, കാണപ്പെടാത്ത ദൈവത്തെ നീ എങ്ങനെ സ്നേഹിക്കും? നിന്റെ കൂടെ ആയിരിക്കുന്ന, നിന്റെ അതേ രക്തത്താൽ ഉള്ളതായ നിന്റെ സഹോദരനെ നിനക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, കാണപ്പെടാത്ത ദൈവത്തെ നിനക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് വചനം പറയുന്നു. ഇയ്യോബ് തന്റെ ജീവിതത്തിൽ കൂടി പഠിപ്പിച്ചു തരുന്നതായ ഒരു പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, 10 മക്കളും ഐക്യതയോടുകൂടി ആയിരിക്കണമെന്ന്. ദൈവത്തിനെതിരായിട്ട് അവർ എന്തെങ്കിലും ചെയ്തോ, പാപം ചെയ്തോ എന്ന് വിചാരിച്ചുകൊണ്ട്, അവർ ജീവിതത്തിൽ എന്തെങ്കിലും അനുസരണക്കേടോ കുഴപ്പങ്ങളോ കാണിച്ചു എന്ന് വിചാരിച്ച് അവരെയെല്ലാം വിളിച്ചുകൊണ്ട്, പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ചു അവരെ വരുത്തി, അവരെ ശുദ്ധീകരിച്ച്, അതായത് കഴുകിയെന്നാണോ അർത്ഥം? അല്ല, അവരെ വിളിപ്പിച്ചിട്ട് അവരുടെ കാര്യങ്ങളെ സംസാരിച്ചു. പിതാവ് മക്കളെ വിളിക്കണം. ചില കുട്ടികൾ വരില്ല, എന്നാൽ അപ്പാ എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടി ഓടി വരുന്ന നല്ല കുട്ടികളും നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും. കൊച്ചുകുട്ടികളെ നോക്കുക, അപ്പൻ വരുന്ന സമയത്ത് തന്നെ എത്ര സന്തോഷത്തോടു കൂടിയാണ് ഓടിച്ചെല്ലുന്നത് അവർ.
ഒരു 4, 5, 6 അതുപോലെ 7-8 വയസ്സാകുമ്പോഴേക്കും കുട്ടികളെ സംബന്ധിച്ച് അവർ സ്നേഹിക്കുകയും അവർക്ക് ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അവരുടെ പിതാവാണ്. കുറച്ചു കഴിഞ്ഞ് ടീനേജ് പ്രായമൊക്കെ ആകുമ്പോഴേക്കും അവർ ആ പിതാവിൽ നിന്ന് അല്പം അകന്ന് ജീവിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പിതാവിൽ നിന്ന് അകന്നിട്ട് ഫ്രണ്ട്സിനോട് കൂടെ ലോകത്തോടു കൂടെ ആയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പിതാവ് അവരോട് അടുത്തു വരാൻ പ്രയത്നിച്ചാലും പിതാവിൽ നിന്ന് അകലുന്നത് കാണാം. എൻ്റെ അപ്പൻ എങ്ങനെ അറിയാം? അദ്ദേഹം പ്രായമുള്ള മനുഷ്യനല്ലേ, പഴയ ആൾക്കാരല്ലേ, പഴയ തലമുറക്കാരല്ലേ, അവർക്കെന്തറിയാം, ഞങ്ങൾ മോഡേൺ കുട്ടികളാണ് എന്ന ഉള്ള ഒരു ചിന്തകളും രീതിയുമൊക്കെ ഉണ്ടാകും ഒരു 20-21 വയസ്സാകുന്നതായ സമയത്ത്. അതിനുശേഷം അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആകുന്ന സമയത്ത് ചിന്തിക്കും, സത്യമാണ്, യഥാർത്ഥത്തിൽ എൻ്റെ പിതാവ് നല്ല മനുഷ്യനാണ്, എന്നെ നന്നായിട്ടാണ് അദ്ദേഹം വളർത്തിയത്. എന്നെ അന്ന് ശിക്ഷിക്കുകയും അടിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രമാത്രം അനുഗ്രഹം പ്രാപിക്കില്ലായിരുന്നു. എൻ്റെ പിതാവ് കറക്റ്റായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന ചിന്ത അവനുണ്ടാകും. കാരണം അവനും പിതാവാകുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകും, അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കും. പിതാവ് മക്കളുടെ പിറകെ പോകണം, മക്കളെ വിളിച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മക്കൾ തന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ട് എന്തുകൊണ്ടാണ് അവരങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഒരു ശിക്ഷകൻ ആയിട്ട്, അല്ലെങ്കിൽ നല്ല ഒരു മുതിർന്ന ഒരു ഗുരു എന്ന രീതിയിൽ അവനോട്, അല്ലെങ്കിൽ വളരെ ശിക്ഷണത്തിൽ അവനെന്തെങ്കിലും കാര്യത്തിന് ശിക്ഷിക്കാം എന്ന രീതിയിൽ വളരെ കർശനമായ ശിക്ഷാരീതികൾ കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ മക്കൾക്ക് ഒരു സ്നേഹിതനായിട്ട് നാം മാറേണ്ടതാണ്. അവരെ നല്ലോണം മനസ്സിലാക്കി സംസാരിക്കണം. എടാ, എൻ്റെ പ്രായത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താണ്, എൻ്റെ പ്രായത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ശോധനയിലൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, നീ അത് മനസ്സിലാക്കി ജീവിക്കണം എന്ന് ധൈര്യത്തോടു കൂടി അവനോട് പറയുമ്പോൾ, തന്മൂലം അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ധൈര്യത്തോടെ സ്വാതന്ത്ര്യത്തോടെ തൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ ജീവിതത്തിൽ എന്താണ് തെറ്റുപറ്റിയത്, കൂട്ടുകാരുടെ കൂടെ എന്തെങ്കിലും പാപം ചെയ്തോ, എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ, അതോ മദ്യം കുടിക്കുവാനിടയായോ, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാനിടയായോ, എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയോ എന്നുള്ള കാര്യങ്ങൾ ഒരു വ്യക്തി തൻ്റെ പിതാവിനോട് ചെന്ന് പറയുന്നതിനേക്കാൾ ഉത്തമമായ ഒരു വിഷയം മറ്റാരോടും പറയുന്നത് ആയിരിക്കുകയില്ല. എന്നാൽ പിതാവിനോട് പറയില്ല. കാരണം എന്താണ്? പിതാവിനെ ഭയമാണ്. എന്നാൽ ശ്രദ്ധിക്കുക, സ്നേഹത്തിൽ ഭയമുണ്ടാകില്ല. പിതാവ് സ്നേഹിക്കുന്നവനാണെങ്കിൽ കുട്ടികളെ ഭയപ്പെടുത്താതെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രദ്ധിക്കും. യോബ് തൻ്റെ മക്കളെയെല്ലാം വിളിപ്പിക്കുമായിരുന്നു, അതുപോലെ അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ഓരോരുത്തരെ വിളിച്ച് തൻ്റെ ഓരോരോ മക്കൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. രക്ഷിക്കപ്പെട്ട പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളെന്നും പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയാണോ, അതോ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവേ, എൻ്റെ മൂത്ത പുത്രനെ കുറിച്ചുള്ള നിന്റെ ഇഷ്ടം എന്താണ്? എൻ്റെ രണ്ടാമത്തെ പുത്രനെ കുറിച്ചുള്ള നിന്റെ ഇഷ്ടം എന്താണ്? എൻ്റെ മൂന്നാമത്തെ മകനെക്കുറിച്ചുള്ള നിന്റെ ഇഷ്ടം എന്താണ്? എൻ്റെ നാലാമത്തെ മകനെക്കുറിച്ചുള്ള നിന്റെ ഇഷ്ടം എന്താണ്? അതിനേക്കാൾ കൂടുതൽ കുട്ടികളില്ലല്ലോ. ഏറ്റവും കുറഞ്ഞ 10 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് വലിയ കാര്യമല്ലേ? തങ്ങളാൽ ആവും വണ്ണം മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി അധ്വാനിക്കേണ്ടതാണ്. പിതാവ് കുടുംബത്തെ സംരക്ഷിക്കേണ്ടതാണ്. പിതാവ് കുടുംബാംഗങ്ങളെ പോഷിപ്പിക്കേണ്ടതാണ്. പിതാവ് മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കണം. അതുമാത്രമല്ല, ആഹാരം കൊണ്ടുകൊടുക്കുന്നത് മാത്രമല്ല, പണം കൊണ്ടുകൊടുക്കുന്നത് മാത്രമല്ല, വസ്ത്രം കൊടുക്കുന്നത് മാത്രമല്ല, തൻ്റെ മകൻ്റെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ മകനിൽ ഉള്ളതായ യോഗ്യതകൾ, അവൻ്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുക, അവൻ്റെ കുറവുകൾ മനസ്സിലാക്കുക. നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരേ പിതാവിന് ജനിച്ച മക്കൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. അവരുടെ സ്വഭാവങ്ങൾ വെവ്വേറെ ആയിരിക്കും, അതുപോലെ അവരുടെ ചിന്താരീതികൾ വേറെ ആയിരിക്കും, അവരുടെ പ്രവൃത്തികൾ വേറെ രീതിയിൽ ആയിരിക്കും, അവർക്കുള്ള താലന്തുകൾ വെവ്വേറെ ആയിരിക്കും, അവർ വളർന്നു വരുമ്പോൾ അവരുടെ സ്വഭാവവും വേറെ ആയിരിക്കും. ശരിയല്ലേ? അതുകൊണ്ട് ഓരോരോ മക്കളോടും ഓരോരോ രീതിയിലാണ് അവരെ ചികിത്സിക്കേണ്ടത്. ഒരു ഡോക്ടർ എപ്രകാരം ഓരോരോ രോഗികളെ വ്യത്യസ്തമായി ചികിത്സിക്കുന്നു? വരുന്ന എല്ലാവർക്കും ഒരേ മരുന്നും ഗുളികയും കൊടുത്താണ് വിടുന്നത്? അല്ല, അവരുടെ കുറവുകൾ മനസ്സിലാക്കി അവരെ വ്യക്തമായി പരിശോധിച്ച് ആവശ്യമായ രീതിയിലുള്ള ചികിത്സ കൊടുക്കുന്നു. അതുപോലെ ഒരു പിതാവും നല്ല ഒരു എക്സാമിനറായിട്ട് ഇരുന്നു കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളിലുള്ളതായ കുറവെന്താണ്, ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കി അതിന് തക്കതായ രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഒരു പിതാവിൻ്റെ കടമ. അതുപോലെ തന്നെ അവരെ ആ രീതിയിൽ അവരുടെ ഇഷ്ടമനുസരിച്ച് തന്നെ കൊണ്ടുപോവുക എന്നത് പിതാവിൻ്റെ കരങ്ങളിലാകുന്നു. ഇന്നുള്ള മാതാപിതാക്കളെ നോക്കിയാൽ മാതാപിതാക്കൾ മക്കളെ വിശ്വസിക്കില്ല. അപ്പൻ തൻ്റെ മക്കളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ലോകത്തിൽ ആരാണ് അവരെ വിശ്വസിക്കുന്നത്? പറയൂ. പിതാവ് വിശ്വസിക്കണം. അവർ വഞ്ചിച്ചാലും അവർ പറ്റിച്ചാലും ഒന്നും തന്നെ കുഴപ്പമില്ല. അവർ തന്നെ പിന്നീട് തങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കിയിട്ട് തന്നെ ക്രമീകരിച്ചുകൊള്ളും. ഒരു പിതാവെന്ന നിലയിൽ നീ മക്കളോട് സംസാരിച്ചുകൊണ്ട് അവരുടെ കുറവുകൾ മനസ്സിലാക്കി, അവരുടെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി, അവരുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് അവരോട് നീ വെളിപ്പെടുത്തി കൊടുക്കേണ്ടതാണ്.
അതിരാവിലെ തന്നെ എഴുന്നേറ്റ് അവരോട് സംസാരിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുകയാണ് ഇയ്യോബ്. ഓരോരുത്തർക്കു വേണ്ടി അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം യാഗം അർപ്പിക്കുമായിരുന്നു. ഓരോരുത്തർക്കും വേണ്ടി ഹോമയാഗം കഴിക്കണമായിരുന്നു. അന്ന് ആ കാലത്ത് അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെയുള്ള ഹോമയാഗമൊന്നും ആവശ്യമില്ല. ഇന്ന് നിന്റെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന നിന്റെ എല്ലാ മക്കളും രക്ഷിക്കപ്പെട്ടവരാണോ? ഒന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ പിതാവ് എന്ന നിലയിൽ നീ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇയ്യോബ് രാവിലെ എഴുന്നേറ്റ് ഇയ്യോബ് തന്റെ കുടുംബത്തിന് ചുറ്റും പ്രാർത്ഥന വേലി കെട്ടി. അതുകൊണ്ടാണ് പിശാച് വന്നിട്ടും ഇവിടെ പറയുന്നത് അവന്റെ പുത്രന്മാരെ ഒരുവനെ പോലും തൊടുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനെയോ ഒരു വിശ്വാസിയോ ഒരു ദൈവദാസനെയോ പിശാചിന് തൊടുവാൻ കഴിയുന്നില്ല എങ്കിലും അവരുടെ മക്കളെ തൊടുവാൻ കഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവദാസനെയോ പാസ്റ്ററിനെയോ തൊടുവാൻ കഴിയുന്നില്ല എങ്കിലും പാസ്റ്ററിന്റെ മക്കളെയോ അതോ സ്വന്തക്കാരെയോ ഒക്കെ തൊട്ടിട്ട് അവരിൽ കൂടി ദൈവത്തിന്റെ നാമത്തെ അപമാനപ്പെടുത്തുന്നതായിട്ട് ഇന്ന് ഒരുപാട് ദൈവദാസന്മാരുടെ ജീവിതത്തിൽ നാം പലപ്പോഴും കാണുന്നതാണ്. എന്നാൽ ഇയ്യോബിനെ നോക്കുക. വളരെ ജാഗ്രതയോടുകൂടി തന്റെ മക്കൾക്ക് നേരെ പിശാച് കുറ്റം വിധിക്കാതിരിക്കാൻ നോക്കി. പിശാച് കുറ്റം പറയുന്നവനാണ്. വന്നിട്ട് പറയുക, എപ്പോഴും നിന്റെ മകന്റെ കാര്യം അറിയാമോ, നിന്റെ മകളുടെ കാര്യം നിനക്കറിയാമോ, നിന്റെ മക്കളുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാമോ എന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറ്റം ആരോപിക്കും. എന്നാൽ അവരെന്നോടൊന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഏതെല്ലാം മാതാപിതാക്കൾക്ക് പറയുവാൻ കഴിയും? ഇയ്യോബ് അങ്ങനെ ചെയ്തിരുന്നു. ഇയ്യോബ് തൻ്റെ മക്കളുടെ നേരെ പിശാച് കുറ്റം വിധിക്കാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കാനിടയായി. നമുക്ക് ദൈവവചനം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, ശമൂവേലിനെ കുറിച്ച് ആർക്കും കുറ്റം വിധിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ശമൂവേലിന്റെ മക്കളെക്കുറിച്ച് കുറ്റം പറയുവാൻ ഇടയായി. ഈ കാലത്ത് നമ്മുടെ മക്കളെ സൂക്ഷിക്കുകയും അവർക്ക് ശാസന കൊടുക്കുകയും അവരെ കാക്കുകയും ചെയ്യേണ്ടത് എത്ര അത്യാവശ്യമാണ്. ഇയ്യോബ് പ്രാർത്ഥന വേലി കെട്ടിയതുകൊണ്ട് പിശാചിന് അവരെ തൊടുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിന്റെ അനുവാദത്താലാണ് ദൈവം പിന്നെ അവരെ എടുക്കാനിടയായത്. വീണ്ടും 10 മക്കളെ ദൈവം തിരിച്ചു കൊടുക്കുവാൻ ഇടയായി. അതുപോലെ നിന്റെ മക്കളുടെ ചുറ്റും പ്രാർത്ഥനയുടെ വേലി നീ കെട്ടേണ്ടതാണ്. നിന്റെ മക്കൾ ഐക്യതയോടെ ജീവിക്കുന്നത് നീ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മക്കൾക്ക് സ്നേഹം പകർന്നു കൊടുക്കണം. മക്കളോട് ക്ഷമിക്കുവാൻ നീ പഠിക്കണം. മക്കളോട് ക്ഷമ കാണിച്ചുകൊണ്ട് അവരുടെ നല്ലൊരു സ്നേഹിതനെ പോലെ നിന്റെ ജീവിതത്തെ നീ മാറ്റിയെടുക്കണം. അതുപോലെ അവർക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ നിന്റെ പിതാവിനു വേണ്ടി നീ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഷാളൊക്കെ ഇടിയിച്ച് ഒരു ഫംഗ്ഷൻ വിളിച്ചുകൂട്ടി ആദരിക്കണമെന്നാണോ എൻ്റെ അർത്ഥം? ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ആദരിക്കുക. മാതാപിതാക്കൾ നിന്നെ വളർത്തുന്ന സമയത്ത്, ഒരു മാതാവ് നിന്നെ വളർത്തുന്ന സമയത്ത് ആ പുത്രൻ മാതാവിനെ അനുസരിക്കണം. അവരുടെ വാക്കുകളെ അനുസരിക്കേണ്ടതാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 5-ാം വാക്യം, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം ശ്രദ്ധിക്കുക. മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നുകളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലഡേയന്മാരത്രേ. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ കൗലഡേയന്മാർ, അതായത് ജാരസന്തതികളാണെന്നാണ്. എന്നാൽ എല്ലാ പിതാവും തൻ്റെ മകനെ ശിക്ഷിക്കുവാനിടയാകും. ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവിനോട് കോപിച്ചിരിക്കുകയാണോ? നിന്റെ പിതാവ് നിന്നെ തല്ലി, നിന്നെ വഴക്കു പറഞ്ഞു എന്ന് പറഞ്ഞ്, നീ ചോദിച്ചതൊന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞ്, നിനക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ പിതാവിനോട് പിണങ്ങിയിട്ട് വർഷങ്ങളായിട്ട് പിതാവിനോട് സംസാരിക്കാതിരിക്കുന്ന മക്കളെ, നിങ്ങളോട് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നീ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നിന്റെ മക്കൾ നിന്നോടും നാളെ ചെയ്യും. എന്താണ്? നിന്റെ പിതാവിനെ നീ ദുഃഖിപ്പിക്കുകയും കണ്ണുനീർ കുടിപ്പിക്കുകയും ചെയ്താൽ നാളെ നിന്റെ മക്കളും നിന്നോട് അത് തന്നെ ചെയ്യും. എന്നാൽ നീ സത്യമായും യഥാർത്ഥമായും പിതാവിന്റെ ശാസനയ്ക്ക് കീഴ്പ്പെട്ടിരുന്നാൽ പിതാവിന്റെ ശിക്ഷയ്ക്ക് ഫലമുണ്ട്. അവന്റെ ശിക്ഷയ്ക്ക് ഫലമുണ്ട്. 9-ാം വാക്യം, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ അവനോ. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി നമ്മെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. നോക്കുക, സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും.
പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. തൽക്കാലം ഈ ശിക്ഷ നിനക്ക് ദുഃഖകരമായി തോന്നും, എന്നാൽ അതിൻ്റെ പ്രതിഫലം സമാധാനവും നീതിയും നിനക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് ശിക്ഷയെ നീ തള്ളിക്കളയുവാൻ പാടില്ല. പിതാവ് ശിക്ഷിക്കുമ്പോൾ മാത്രമേ മക്കൾ നല്ല രീതിയിൽ ജീവിക്കൂ. ഇന്നത്തെ കാലത്ത് മുടിയനായ പുത്രന്മാർ എത്രയോ ആളുകളുണ്ട്. അവരെ നമുക്ക് അനുസരിപ്പിക്കുവാൻ കഴിയുകയില്ല, എന്നാൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ കൂടി അവരെ മാറ്റാം. ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കൂ. പിതാവെന്ന നിലയിൽ നിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നുണ്ടോ? നിന്റെ മക്കൾ നിന്നെ എത്രമാത്രം വെറുത്താലും എത്രമാത്രം നിന്നെ ദുഃഖപ്പെടുത്തിയാലും ശപിക്കാൻ പാടില്ല. നീ നശിച്ചു പോകത്തേയുള്ളടാ. ഏതു സമയവും ചില മാതാപിതാക്കൾ ഇങ്ങനെ മക്കളെ ശപിക്കുന്നത് കേൾക്കാം. നിന്റെ മക്കൾ നശിച്ചു പോയാൽ നിനക്ക് സന്തോഷമാണോ? പറയൂ. നീ ഗുണം പിടിക്കത്തില്ലടാ എന്ന് പറയുമ്പോൾ നിന്റെ മക്കൾക്ക് നാശമുണ്ടാകുമ്പോൾ നീ സന്തോഷിക്കുകയാണോ ചെയ്യുന്നത്? എന്താണ്? നീ നശിച്ചു പോകത്തേയുള്ളടാ, നീ ഒരിക്കലും ഗുണം പിടിക്കുകയില്ലടാ എന്നൊക്കെ ഉള്ളതായ ശാപവാക്കുകൾ മക്കളെക്കുറിച്ച് ഒരിക്കലും പറയുവാൻ പാടില്ല. പിതാവിൻ്റെ വായിൽ ഒരിക്കലും ശാപവാക്കുകൾ ഉണ്ടായിരിക്കുവാൻ പാടില്ല. മറിച്ച് അനുഗ്രഹത്തിൻ്റെ വാക്കുകളായിരിക്കണം. തീർച്ചയായും നിന്റെ മക്കൾക്ക് നിന്റെ പ്രാർത്ഥന അനുഗ്രഹമായിരിക്കും. പിതാക്കന്മാരുടെ പ്രാർത്ഥന അനുഗ്രഹമാണ്. യോസെഫിൻ്റെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ അനുഗ്രഹിച്ചു. എന്നാൽ യോസെഫ് തൻ്റെ മക്കളെ കൊണ്ടുവന്നിട്ട് യാക്കോബിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, അവരുടെ മേൽ കരം വെച്ച് അനുഗ്രഹിക്കണമേ എന്ന് പറയാനിടയായി. എന്നാൽ ഇപ്പോഴുള്ള കാലത്ത് അങ്ങനെ കാണില്ല. എന്താണ് പറയുന്നത്? ആ ആശ, ആ പിതാവിൻ്റെ അനുഗ്രഹം എൻ്റെ മക്കൾക്ക് വേണം. മക്കളുടെ മക്കളെയും തലമുറകളെയും അനുഗ്രഹിക്കുന്നതായ ദൈവം, പിതാവിന് ശേഷം അവരുടെ മക്കൾക്കും തലമുറയായിട്ട് അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നതായ ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുവാൻ ഒരുക്കത്തോടെയായിരിക്കുന്നു. അവകാശമല്ല, കുടുംബത്തിന്റെ അവകാശമല്ല, വസ്തുക്കൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്നുണ്ടെന്നാൽ ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി എന്തുകൊണ്ട് പോരാടുന്നില്ല? അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ ദിവസം എല്ലാ പിതാക്കന്മാരും നിങ്ങളുടെ മക്കൾ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവരെല്ലാം തീർച്ചയായും അനുഗ്രഹിക്കേണ്ടതാണ്. അനുഗ്രഹത്തിൻ്റെ ഒരു വചനം നമ്മുടെ ബൈബിളിലുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. ഇസ്രായേലിയരായ നിങ്ങൾ ഈ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ അനുഗ്രഹം എങ്ങനെയുള്ളതാണ്? യഹോവ നിന്നെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാ പിതാക്കന്മാരും നിങ്ങളുടെ മക്കൾ എവിടെയായിരിക്കുന്നുവോ അവിടെ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കേണ്ടതിന് ഈ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ അവരെ ഓർത്ത് പറയുക, നിങ്ങളുടെ വായി കൊണ്ട് പറയുക. യഹോവ നിന്നെ അനുഗ്രഹിച്ചു നിന്നെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഹോവയുടെ സാന്നിധ്യം നിന്റെ കൂടെ വന്ന് അവൻ നിന്നോട് കരുണ കാണിക്കുമാറാകട്ടെ. യഹോവയുടെ സാന്നിധ്യം ഉണ്ടാവുകയും അവൻ്റെ കരുണ നിന്നോട് കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. യഹോവ തൻ്റെ മുഖപ്രകാശം നിന്റെ മേൽ ഉദിപ്പിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ അനുഗ്രഹിക്കൂ. ഞാൻ എൻ്റെ 3 മക്കളെയും അവരുടെ മക്കളെയും അനുഗ്രഹിക്കുന്നു. ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് കോപമുണ്ടാകാറുണ്ട്. അങ്ങയ്ക്ക് 3 മക്കളാണ് ഉള്ളത്, നിങ്ങൾ ഞങ്ങളുടെ ആത്മീയ പിതാവാണ് എന്നൊക്കെ പറഞ്ഞ് അനേകം ആളുകൾ എനിക്ക് ഇന്ന് സന്ദേശങ്ങൾ അയക്കാറുണ്ട്. വാട്സപ്പിലും SMS-ലുമൊക്കെ അയക്കാറുണ്ട്. അങ്ങ് ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദറാണ്, ഞങ്ങൾക്ക് വചനങ്ങൾ പറഞ്ഞു തന്ന് ഞങ്ങളെ ഉപദേശിച്ച് ക്രമമായി ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന വ്യക്തിയാണ്. അങ്ങയ്ക്ക് വന്ദനം എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് മക്കൾ, എനിക്ക് 3 പുത്രന്മാർ മാത്രമല്ല, ആയിരക്കണക്കിന് മക്കളെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിലെനിക്ക് വളരെ സന്തോഷമാണ്. കർത്താവേ, ഒരു ആത്മീയ പിതാവെന്ന നിലയിൽ ഞാൻ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കുന്നെന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ കാരണം അനേകർക്കത് അനുഗ്രഹമാണ്. എൻ്റെ സ്വന്തം മക്കൾക്ക് വേണ്ടി, എൻ്റെ രക്തത്തിൽ പിറന്ന മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, അതുപോലെ എൻ്റെ സഹോദരങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ ആത്മീയ വിഷയത്തിൽ ആത്മീയമായി എനിക്ക് നൽകിയിരിക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി ആ ദിവസം അനുഗ്രഹീതമായ ഒരു വചനം അവൻ എനിക്ക് നൽകിയിരിക്കുന്നു. അത് മോശയും അഹ്റോനും ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചതായ രീതിയിൽ യഹോവ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൊറോണ വൈറസ് വരാതെ കാക്കുമാറാകട്ടെ. അപകടങ്ങൾ ഉണ്ടാകാതെ കാക്കുമാറാകട്ടെ. രോഗങ്ങൾ ഉണ്ടാകാതെ, വ്യാധികൾ ഉണ്ടാകാതെ, ദുഃഖങ്ങൾ ഉണ്ടാകാതെ അവൻ നിന്നെ കാക്കുമാറാകട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്റെ കയ്യിലുള്ളതായ ആ കുറച്ച് സമ്പത്ത്, ആ കുറച്ച് വരുമാനത്തെ, ആ കുറച്ച് പണത്തിനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
അവൻ അനുഗ്രഹിച്ച് നിന്നെ വർദ്ധിപ്പിക്കുമാറാകട്ടെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തി നിന്നോട് കരുണ കാണിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിന്റെ കുടുംബം നിറയുമാറാകട്ടെ. നിന്റെ മക്കളുടെ ജീവിതത്തിൽ അവൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവയുടെ സാന്നിധ്യത്താൽ അനുഗ്രഹിച്ച് നിന്നെ അവൻ കാക്കുമാറാകട്ടെ. നീ തെറ്റിപ്പോയാലും ശരി, നിന്നെ സ്നേഹിക്കുന്ന കർത്താവ്, നിന്നോട് കരുണ കാണിക്കുന്ന കർത്താവ് നിന്നെ വീണ്ടും വഴി നടത്തും. അതുകൊണ്ട് അവൻ്റെ സാന്നിധ്യം നിന്റെ മേൽ, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രകാശം നിന്റെ മേൽ അവൻ പ്രവഹിപ്പിച്ചുകൊണ്ട് നിന്നെ അവൻ കാക്കുമാറാകട്ടെ. മൂന്നാമത്, യഹോവ നിന്റെ മേൽ തൻ്റെ പ്രകാശത്തെ ഉദിപ്പിച്ചുകൊണ്ട്, തൻ്റെ സന്നിധിയെ, തൻ്റെ പ്രകാശത്തെ നിന്റെ മേൽ ഉദിപ്പിച്ചുകൊണ്ട്, അവൻ നീതി സൂര്യനായ കർത്താവാണ്. ഉദയസൂര്യൻ വേറെയാണ്, അസ്തമന സൂര്യനും വേറെയാണ്. ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിയാൽ ഉദിച്ചു വരുംതോറും അതിൻ്റെ പ്രകാശം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് കാണാം. അതായത് പടിപടിയായിട്ട് നിന്നെ അവൻ അനുഗ്രഹിക്കുന്നതിന്, അല്പം കൊണ്ട് ആരംഭിച്ചതായ നിന്റെ ജീവിതത്തിൽ പടിപടിയായി അനുഗ്രഹം ഉണ്ടാകുന്നതിന് ദൈവം അവനെ അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവൻ വലിയ മനുഷ്യനായി മാറിയത്. നീ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ജോലി ചെയ്തത്, അധ്വാനിച്ച് പണി ചെയ്തു, അല്ലെങ്കിൽ ദൈവവേല ചെയ്തു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി ഞാൻ അതും ഇതും ചെയ്തെന്ന് പറയരുത്. അത് കേവലം അവൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത്. അവൻ തൻ്റെ സന്നിധിയുടെ പ്രകാശം നിന്റെ മേൽ ഉദിപ്പിച്ചിട്ട് നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ, അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. എല്ലാ വ്യക്തികൾക്കും ആത്യന്തികമായി ആവശ്യമായിരിക്കുന്ന കാര്യം സമ്പത്ത് അല്ല, സമാധാനമാണ്. സമാധാനം. നിങ്ങളുടെ വാക്കുകളിൽ ഒരു ശക്തിയുണ്ട്. പിതാക്കന്മാർ തങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കൂ. വായ് തുറന്ന് പറയുക, മിണ്ടാതെ ഇരിക്കരുത്. അവർക്കറിയാം ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എടാ, നിന്നെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നുണ്ട് എന്ന് വായ് തുറന്ന് നിന്റെ മക്കളോട് പറയേണ്ടതാണ്. നിന്നെ ദൈവം അനുഗ്രഹിക്കും. നീ ഭയപ്പെടേണ്ട മോനെ, നിന്നെ അവൻ സഹായിക്കും, ബലപ്പെടുത്തും. യേശു ജീവിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന്. എൻ്റെ മക്കളെ ശക്തീകരിക്കണമേ. എൻ്റെ മക്കളെ പിശാചിനെ ഏൽപ്പിക്കുകയില്ല. എന്താണ്? എൻ്റെ ഭാര്യയ്ക്ക് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, അപ്രതീക്ഷിതമായ മരണത്തിന് നിന്റെ മക്കളെ ഇരയാക്കുകയില്ലെന്ന്. അവരെപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവ് എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്, അപ്രതീക്ഷിതമായ മരണത്തിന്, അപകട മരണത്തിന് എൻ്റെ മക്കളെ ദൈവം കൊടുക്കില്ല എന്ന്. വാഗ്ദത്തങ്ങൾ നിറവേറ്റുക. കർത്താവേ, എൻ്റെ മക്കളെ കാക്കണമേ, അവരുടെ ചുറ്റും നീ വേലി കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളുടെ ചുറ്റും ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്, കാവലുണ്ട്. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ആ അഭിഷേകത്താൽ, അവന്റെ വചനത്താൽ, അവന്റെ നാമത്തിൽ അനുഗ്രഹമുണ്ട്. പിതാവ് നൽകുന്നതല്ല അനുഗ്രഹം. പിതാവല്ല അനുഗ്രഹിക്കുന്നത്. അവന്റെ നാമം നിങ്ങൾ ഉച്ചരിക്കുന്നത് കൊണ്ട് ഞാൻ അവരെ അനുഗ്രഹിക്കുവാനിടയാകും. ഹല്ലേലൂയ. ഞാനല്ല എൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നത്, എന്നാൽ എൻ്റെ ദൈവം എൻ്റെ മക്കളെ അനുഗ്രഹിക്കുവാനിടയാകും. എത്ര കാലം നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കും? എത്രത്തോളം പണം സമ്പാദിച്ചു കൊടുക്കാൻ കഴിയും? എത്രത്തോളം ആസ്തികൾ ഉണ്ടാക്കി കൊടുക്കും? എത്രമാത്രം സംരക്ഷിക്കാൻ കഴിയും? അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ അത്. എന്നാൽ അവൻ പറയും, ദൈവം അനുഗ്രഹിക്കും, ഞാൻ അനുഗ്രഹിക്കാം. നീ പറയുക, ഞാൻ അനുഗ്രഹിക്കാം. നീ ഉച്ചരിക്കുക, ഞാൻ അനുഗ്രഹിക്കാം. നീ പ്രാർത്ഥിക്കുക, ഞാൻ അനുഗ്രഹിക്കാം എന്ന് അവൻ പറയുന്നു. എൻ്റെ നാമത്തിൽ നിങ്ങൾ അത് പറയുക. എൻ്റെ നാമത്തിൽ അനുഗ്രഹമുണ്ട്. അതിൽ സർവ്വസമ്പത്തും ഐശ്വര്യവും ജ്ഞാനവും എല്ലാമുണ്ട്. നമുക്ക് ദൈവം മക്കളെ തന്നിരിക്കുന്നു. ആ മക്കളെ നിങ്ങൾ അനുഗ്രഹിക്കുക. നിങ്ങളുടെ വായ് തുറന്ന് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് അവരെ അനുഗ്രഹിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടും. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാകില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ള വേദന എല്ലാ പിതാക്കന്മാരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് മാക്സിമം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കും. എന്നാൽ എത്രത്തോളം ചെയ്താലും ഒരുപാട് കുറവുകൾ കാണും. എന്നാൽ കർത്താവ് അനുഗ്രഹിക്കുകയാണെങ്കിൽ അത് എന്നേക്കുമുള്ളതായ അനുഗ്രഹമാണ്. നമുക്ക് ഒരിക്കൽ കൂടി വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. യഹോവ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ കാക്കുമാറാകട്ടെ. യഹോവ തൻ്റെ സാന്നിധ്യം അയച്ച് നിന്നോട് കരുണ കാണിക്കുമാറാകട്ടെ. യഹോവയുടെ സാന്നിധ്യത്തിന്റെ പ്രകാശം നിന്റെ മേൽ വന്നിട്ട് നിനക്ക് സമാധാനം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആയിരിക്കുന്നിടത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. പ്രാർത്ഥന. എല്ലാവരും തങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഈ നല്ല അവസരത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഒരു പിതാവ് എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? മകൻ എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? കുടുംബമായി ഞങ്ങളിലുള്ളതായ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുവാൻ വചനത്തിൽ നീ വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചു. അവസാനമായി കരങ്ങൾ ഉയർത്തി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നതിനായിട്ട്
ഓരോ പിതാക്കന്മാരും തൻ്റെ ആൺമക്കളെയും പെൺമക്കളെയും അനുഗ്രഹിക്കുന്നതിന്, നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചിട്ട് അവർ ഫലമുള്ളവരായി മാറുന്നതിന്, നിന്റെ സമാധാനം പ്രാപിക്കുന്നതിന്, നീ അവരെ അനുഗ്രഹിക്കുന്നതിന്, നീ അവരെ കാത്തു രക്ഷിക്കുന്നതിന്, നീ അവരോട് കൂടെയിരുന്ന് അവരെ നടത്തുന്നതിന് വേണ്ടി നിന്റെ അനുഗ്രഹങ്ങളെ എല്ലാ ആൺമക്കളുടെയും പെൺമക്കളുടെയും മേൽ നീ പകരണമേ പിതാവേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്റെ അനുഗ്രഹത്തെ നൽകണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നിന്റെ അനുഗ്രഹത്തെ നൽകണമേ. എല്ലാവിധമായ കുറവുകളിൽ നിന്ന്, ബലഹീനതകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എല്ലാ രോഗത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. നീ കാക്കണമേ, കരുണ കാണിക്കണമേ. നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ അനുഗ്രഹത്തെ ഞങ്ങളിലേക്ക് അയക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയവും നിങ്ങളുടെ പേരും അഡ്രസ്സും ഇപ്പോൾ തന്നെ ഒരു വാട്സപ്പ് മെസ്സേജിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു SMS കൂടിയോ ഞങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ എപ്പോഴും ഒരുക്കത്തോടെ ആയിരിക്കുന്നു. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. തെലുഗ്, മലയാളം, തമിഴ്, ഹിന്ദി, ഒറിയ, ബംഗാളി ഭാഷകളിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാൽവരി ദർശനം പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അനേകമായ ശുശ്രൂഷ പ്രവർത്തനങ്ങൾ നടക്കുന്നതായ സ്ഥലങ്ങളിൽ അവിടെ ആവശ്യങ്ങൾ നടക്കുന്നതിന് വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോവുകയാണ്. ഈ വിശ്വാസ പോരാട്ടത്തെ നിങ്ങളും ഭാഗവാക്കാകുന്നതിന് നിങ്ങളുടെ മനസ്സ് തുറന്ന് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതിൽ നിന്നും ദൈവത്തിന് നിങ്ങൾ കൊടുക്കുക. അനേക രീതിയിൽ അനുഗ്രഹത്തെ പ്രാപിക്കുക. ദൈവത്തിന് കൊടുത്ത ദരിദ്രനായ ആരും തന്നെ ഈ ലോകത്ത് ജനിച്ചിട്ടില്ല, ജനിക്കുകയുമില്ല. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്കും ലഭിക്കുമെന്ന വചനം പറയുന്നു. നിങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നതിൽ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാങ്ക് അക്കൗണ്ട്, ഓൺലൈൻ ട്രാൻസാക്ഷൻ നമ്പേഴ്സുമുണ്ട്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ DDയിൽ കൂടിയോ മണി ഓർഡറിൽ കൂടിയോ നിങ്ങൾക്ക് പണം അയക്കുവാനും കഴിയുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും സൗകര്യപ്രദമായ ഗൂഗിൾ പേയിൽ കൂടി നിങ്ങൾക്ക് സഹായം അയക്കാൻ കഴിയും. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും വീട്ടുപേരും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഒരു വാട്സപ്പ് മെസ്സേജിലോ വോയിസ് മെസ്സേജിലോ ഞങ്ങൾക്ക് അയച്ചു നൽകുക. വ്യക്തിപരമായി ഞാനത് പരിശോധിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാ രീതിയിലും അനുഗ്രഹം പ്രാപിക്കുന്നതിന് നിങ്ങളുമായി ഒരു ദൈവിക ബന്ധം ദൈവം നൽകിയിരിക്കുന്നു. എനിക്ക് നൽകിയിരിക്കുന്ന ആത്മീയ മക്കളായിട്ട്, ആത്മീയ പിതാവെന്ന നിലയിൽ നിങ്ങളുമായി ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും ഒരു അത്ഭുത കാര്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കാം, അനുഗ്രഹിക്കപ്പെടാം. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ